നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്കെതിരെ റഫറിംഗ് പിഴവുകൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഈജിപ്തിന് പിന്തുണയുമായി ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി. വിവാദമായ മത്സരത്തിൽ ഈജിപ്ത് കൊള്ളയടിക്കപ്പെട്ടെന്നും അവരിൽ നിന്ന് വിജയം തട്ടിയെടുത്തതാണെന്നും മേയർ തുറന്നടിച്ചു. ഫ്രഞ്ച് റഫറി ഫ്രാങ്കോയിസ് ലറ്റക്സിയുടെ തീരുമാനങ്ങൾക്കെതിരെ ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയ്ക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് മംദാനിയുടെ പരസ്യ പിന്തുണ. ഗതാഗത സൗകര്യങ്ങൾ മെച്ചമാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിക്കവെയായിരുന്നു മേയർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന ശേഷമാണ് ഈജിപ്ത് 3-2 പരാജയപ്പെട്ടത്. രണ്ടാം പകുതിയിൽ മൊസ്തഫ സിക്കോയിലൂടെ ഈജിപ്ത് നേടിയ ഗോൾ പന്ത് വലയിലെത്തുന്നതിന് 20 സെക്കൻഡുകൾക്ക് മുൻപ് നടന്ന ഒരു ഫൗൾ ചൂണ്ടിക്കാട്ടി വാർ റദ്ദാക്കിയത് വലിയ വിവാദത്തിന് കാരണമായി. അർജന്റീനയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന പേരിൽ രൂക്ഷ വിമർശനം ഉയരവെയാണ് ന്യൂയോർക്ക് മേയറുടെ പ്രതികരണം. ബേസിംഗ്സ്റ്റോക്കിൽ കലയും സംസ്കാരവും ഒരേ വേദിയിൽ സമന്വയിക്കുന്ന അപൂർവ സാംസ്കാരിക മഹോത്സവത്തിന് തിരിതെളിയുവാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം. ബേക്കിംഗ്സ്റ്റോക്ക് ആസ്ഥാനമായ വെളിച്ചം തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 12 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ രാത്രി 8 വരെ QMC ഓഡിറ്റോറിയത്തിൽ ബേക്കിംഗ്സ്റ്റോക്ക് കൾച്ചറൽ ഫെസ്റ്റ് അരങ്ങേറും. വിസ്മയകരമായ മാജിക്കൽ മെന്റലിസം ഷോ, പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന മിമിക്സ് പരേഡ്, വൈവിധ്യമാർന്ന നൃത്താവിഷ്കാരങ്ങൾ, നാദവിസ്മയം തീർക്കുന്ന മെഗാ ചെണ്ടമേളം, സാമൂഹിക സംഗീത ചരിത്ര നാടകമായ ജീൻ വാൽജീൻ എന്നിവ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. UK-യിലെ ചെണ്ടമേളത്തിന്റെ ആശാനായി അറിയപ്പെട്ടിരുന്ന വെളിച്ചം തിയേറ്റേഴ്സിന്റെ മാർഗദർശിയും അഭിനേതാവുമായിരുന്ന അകാലത്തിൽ വേർപിരിഞ്ഞ ഫിലിപ്പ് കുട്ടി അച്ചായന് ആദരവ് സമർപ്പിച്ചാണ് മുഴുവൻ പരിപാടികളും അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കലാജീവിതവും സംഭാവനകളും അനുസ്മരിക്കുന്ന പ്രത്യേക ചടങ്ങും വേദിയിൽ നടക്കും. ബേസിംഗ്സ്റ്റോക്ക് ഡെപ്യൂട്ടി മേയർ കൗൺസിലർ സജീഷ് ടോം, യുക്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് യൂറോപ്പ് ഡയറക്ടറും ലോക കേരള സഭാംഗവുമായ S. ശ്രീകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം കൃത്യം 3 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വെളിച്ചം തിയേറ്റേഴ്സ് പ്രസിഡന്റും കലാകാരനുമായ ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച സൈന്യാധിപൻ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനവും നടക്കും. ഫിലിപ്പ് കുട്ടി അച്ചായന്റെ പരിശീലനത്തിൽ രൂപം കൊണ്ട ബേസിംഗ്സ്റ്റോക്ക്, പോർട്സ്മൗത്ത്, സ്വിൻഡൻ എന്നിവിടങ്ങളിലെ ശിഷ്യർ അവതരിപ്പിക്കുന്ന മെഗാ ചെണ്ടമേളം, മെന്റലിസ്റ്റ് ജോയലിന്റെ വിസ്മയകരമായ മാജിക്കൽ മെന്റലിസം ഷോ, കൊച്ചിൻ കലാഭവനിലൂടെ ശ്രദ്ധേയനായ മലയാളികളുടെ സ്വന്തം കലാഭവൻ ദിലീപിന്റെ മിമിക്സ് പരേഡ്, D3, D4 ഉൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധ നേടിയ യദു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ഗോഡ്സ് ഓൺ ഡാൻസേഴ്സ് ട്രൂപ്പിന്റെ മനോഹരമായ നൃത്താവിഷ്കാരങ്ങൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടും. സാംസ്കാരിക സായാഹ്നത്തിന്റെ പ്രധാന ആകർഷകമായി വെളിച്ചം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന സാമൂഹ്യ സംഗീത ചരിത്ര നാടകമായ ജീൻ വാൽജീൻ അരങ്ങേറും. വിശ്വപ്രശസ്ത സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന നാടകം പരിപാടിയുടെ മുഖ്യ ആകർഷണമാണ്. ഇക്കുറി ഫിഫ ലോകകപ്പിൽ കിരീടം ചൂടാൻ ശരിയായ യോഗ്യതയുള്ള ടീമുകളിലൊന്ന് ഇംഗ്ലണ്ടാണ്. ഹാരി കെയ്നും സംഘവും ഭാഗ്യം കൊണ്ടല്ല, കളിച്ച് ജയിച്ചാണ് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫൈനലിൽ എത്താനും ചിലപ്പോൾ കപ്പ് നേടാനും സാധ്യതയുണ്ട്. 60 വർഷക്കാലത്തെ ലോക കിരീട വരൾച്ച തിരുത്തി ഇംഗ്ലീഷ് ടീം കപ്പ് നാട്ടിലെത്തിച്ചാൽ ബാങ്ക് ഹോളിഡേ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രധാനമന്ത്രി. 60 വർഷത്തിനിടെ ആദ്യമായി ലോക കിരീടം ഇംഗ്ലണ്ടിലെത്തിക്കാൻ കെയ്നും സംഘത്തിനും സാധിച്ചാൽ പൊതു അവധി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് കീർ സ്റ്റാർമർ എത്തിയിട്ടുള്ളതെന്ന് സ്രോതസ്സുകൾ വെളിപ്പെടുത്തി. ഫുട്ബോൾ ഭ്രാന്തുള്ള പ്രധാനമന്ത്രി കസേര ഒഴിയുന്നതിന് മുൻപ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന അവസാനത്തെ അവധിയും ഇതാകും. അങ്കാരയിലെ നാറ്റോ സമ്മേളനത്തിന് എത്തിയ സ്റ്റാർമറോട് റിപ്പോർട്ടർമാർ ഇതേക്കുറിച്ച് ചോദിച്ചു. അവിടം വരെ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് ഹോളിഡേയെക്കുറിച്ച് പറയാനില്ല. ഫൈനലിൽ എത്തിയ ശേഷം ഈ ചോദ്യം വീണ്ടും ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി.
ഓരോ ബാങ്ക് ഹോളിഡേയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 2.4 ബില്യൺ പൗണ്ട് നഷ്ടം വരുത്തും. അതിനാൽ അധിക ബാങ്ക് ഹോളിഡേ ആവശ്യങ്ങൾ മന്ത്രിമാർ തള്ളുകയാണ് പതിവ്. ഗ്രൂപ്പ് ഘട്ടം കടന്നതിന്റെ പേരിൽ അയൽക്കാരായ സ്കോട്ട്ലൻഡ് ഇതിനകം ഒരു ബാങ്ക് ഹോളിഡേ ആസ്വദിച്ചു കഴിഞ്ഞു. റൗണ്ട് 16-ൽ മെക്സിക്കോയ്ക്കെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുകയാണ്. രാത്രി 1:30 നടക്കുന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയും ഫ്രാൻസും ഏറ്റുമുട്ടുകയാണ്. അർജന്റീനക്കാരായ റഫറിമാരാണെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. എന്നാൽ റഫറിമാർ ആരെന്നതിൽ വിഷയമില്ലെന്നാണ് ഫ്രഞ്ച് പരിശീലകൻ ദിദിയെ ദെഷാം പറയുന്നത്. മൊറോക്കോയ്ക്ക് എതിരെയാണ് കളിക്കുന്നതെന്നും റഫറിമാർ എതിരാളികളല്ലെന്നും ഫ്രാൻസ് പരിശീലകൻ മൊറോക്കോയ്ക്ക് ആകുമോ എന്നറിയാം. ഇക്കുറി ഫ്രാൻസിന്റെ വരവ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഏതായാലും ആവേശം നിറഞ്ഞ ആ പോരാട്ടത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രം. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.